ഹലോ ഗൈസ്, നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ എന്തൊക്കെയുണ്ട് വിശേഷങ്ങള്? എല്ലാവർക്കും സുഖമൊക്കെയല്ലേ? നമുക്ക് വലിയ സുഖമൊന്നുമില്ല. നമ്മളിന്ന് പോണത് ഹോസ്പിറ്റലിലേക്ക്. നമ്മൾ എന്ന് വിചാരിക്കും ഇൻട്രോ വണ്ടിയിൽ ഇരുന്ന് എടുക്കരുത്, പുറത്തുനിന്ന് എടുത്തിട്ട് പോണം, നേരത്തെ വീട്ടിൽ നിന്ന് ഇറങ്ങണം, നേരത്തെ എല്ലാരും സെറ്റ് ആക്കണം എന്നൊക്കെ വിചാരിക്കും. പക്ഷേ ഈ രണ്ട് കുരുന്നുകൾ കാരണം നമ്മളെപ്പോഴും സാഹചര്യങ്ങൾ നമ്മൾ അനുവദിക്കുന്നില്ല എന്നുള്ളതാ. ഇതാണ് നമ്മുടെ അവസ്ഥ. ഇപ്പൊ രണ്ടുപേർക്കും ഒരേ സ്ഥലത്തിരിക്കണം. ഇപ്പൊ ഹോസ്പിറ്റലിലേക്ക് പോകേണ്ടത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മുടെ ആദ്യത്തിന് നല്ലപോലെ ചുമയുണ്ട്. പിന്നെ അബ്രൂനി വെറുതെ ഒന്ന് ഒരു 8 മാസമൊക്കെ ആവുമ്പോ കാണിക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അവനെ. അപ്പൊ അത് കാണിച്ചിട്ടുണ്ടായിരുന്നില്ല. നമ്മള് ജനിച്ച ആശുപത്രിയില്. അപ്പൊ നമ്മൾ പോണത് മറിയം ത്രേസ്യ ഹോസ്പിറ്റലിലേക്ക്, നമ്മുടെ ഡെലിവറി നടന്ന ഹോസ്പിറ്റലിലേക്കാണ് നമ്മൾ പോകാൻ പോണത്. കണ്ട, ഇതാണ് സ്ഥിതി. എങ്ങനെയാ വീഡിയോ അകത്തിരുന്ന് എടുക്കാൻ പറ്റണേ? വീട്ടിൽ നിന്ന് 10 മണിയാകുമ്പോ ഇറങ്ങണമെന്ന് വിചാരിച്ചു. ഇറങ്ങിയപ്പോ ഇപ്പൊ ഏകദേശം 11 മണി ആയിട്ടുണ്ട്. ഇനി പോയി അവിടെ എത്തുമ്പോഴേക്കും എന്താവോ. ഡോക്ടർ പറഞ്ഞത് 10 മണി 10:30 ആകുമ്പോഴേക്കും എത്താനാണ് OP-യിൽ വിളിച്ചപ്പോ അവര് പറഞ്ഞത്. സാധാ സമയത്ത് എത്താറില്ല. വല്ല കേസുകളൊന്നും എനിക്ക് പോയി. ഇനി എന്താക്കും, എപ്പോ വരും, എപ്പോ എന്താവും, എങ്ങനെയാവും എന്നുള്ളത് കണ്ടറിയാം. അപ്പൊ നമ്മൾ പോട്ടേട്ടാ. അപ്പൊ ഞങ്ങളിതേ ഇവിടെ എത്തിയിട്ടുണ്ട്. ഇനി നേരെ ഹോസ്പിറ്റലിലേക്ക് ഇറങ്ങാൻ പോവാണ്. ഹോസ്പിറ്റലിൽ എത്തിയിട്ടാ ആദ്യം മഞ്ഞില്ലേ OP കാർഡ് സെറ്റാക്കിയിട്ടുണ്ട്. അപ്പൊ നേരം വൈകിട്ടുണ്ട്. നമ്പർ വിളിച്ചു പോയിണ്ടാവൂല്ലേ? വിളിച്ചു പോയിട്ടുണ്ടാവും. കാരണം 11:30 ആയിട്ടുണ്ട് ഇപ്പൊ സമയം. ഇപ്പൊ ഡോക്ടർ വന്നിട്ടുള്ളൂ. സത്യത്തിൽ നമ്മൾ നേരത്തെയായിരുന്നു. ഇപ്പൊ 1-ാം നമ്പർ വിളിച്ച് 2-ാം നമ്പർ ആയിട്ടുള്ള നമ്മൾ പെട്ടാണ്. അപ്പൊ നമ്മള് കറക്റ്റ് സമയത്തിന് എത്തി. അല്ല ശരിക്കും 10:30 പറഞ്ഞിട്ടുണ്ടായിരുന്നേ. പക്ഷെ ചില സാഹചര്യങ്ങളെ കൊണ്ടും ഇവിടെ നമ്മള് എത്തിയുള്ളൂ. അപ്പൊ ഡോക്ടർക്കാണെങ്കിൽ എന്തോ കേസ് ഉണ്ടായിരുന്നു. അപ്പൊ അതിന് പോയിട്ട് ഇപ്പൊ വന്നിട്ടുള്ളൂ. ആദംകുട്ടൻ ഇവിടെ നിക്കണുണ്ട്. ഇതില് നോക്കണേ അവിടെ പറയണ ഡോക്ടറെ അടുത്ത്. അവര് മാന്തി, പിന്നെ അവര് തലമ പിടിച്ചു, അടിച്ചു ഒക്കെ പറഞ്ഞു കൊടുക്കൂടാന്ന്. നീ നോക്കിക്കോളാം. ഹോസ്പിറ്റലിൽ വന്നിട്ട് ഇവിടുത്തെ കസേരമ്മ കളിക്കണേ. ഇവിടുത്തെ കസേര തള്ളി നടക്കണം. എന്താ നോക്കണേ? താഴ്ത്തിരിക്കാൻ പറ്റില്ല, ഇങ്ങനെ നടക്കണം രണ്ടുപേർക്കും. അപ്പൊ നമ്മള് ഡോക്ടറെയൊക്കെ കണ്ടു. ഡോക്ടറെ കണ്ടു കുഴപ്പമൊന്നുമില്ല. ആദത്തിന് തണുത്ത വെള്ളം കുടിക്കുന്നതുകൊണ്ടുള്ള അലർജിയുടെ പ്രശ്നമാണ് ഡോക്ടർ പറഞ്ഞു. തണുത്ത വെള്ളം കുടിക്കല് തീർക്കാണ്ട് പറ്റില്ല. അപ്പൊ നമ്മുടെ ചുമയുടെ മരുന്നൊക്കെ ഉണ്ട്, അത് കൊടുത്തോ. ഇനി അതുകൊണ്ട് മാറിയില്ലെങ്കിൽ കടിക്കരുത്, അലർജിയുടെ മരുന്നുണ്ട്, അതും കൂടി കൊടുക്കാൻ വേണ്ടിട്ട് ഡോക്ടർ പറഞ്ഞു. കടിക്കലയുടെ കുറിഞ്ഞി കൊടുക്കാൻ പറഞ്ഞു. പിന്നെ അബ്രൂന് കുഴപ്പമില്ല. അബ്രൂനെ ഈ വൈറ്റമിൻ D3 കൊടുക്കുമ്പോ കഴിക്കാൻ ഭയങ്കര മടിയാ. അപ്പൊ വേറൊരു മരുന്ന് എഴുതി തന്നിട്ടുണ്ട്, അത് കൊടുത്തോക്കാൻ പറഞ്ഞു. പക്ഷെ ഇവൻ കഴിക്കുമെന്നുള്ളത് എനിക്കറിയില്ല കേട്ടാ. ഇപ്പൊ നമ്മള് അതെന്താ രാവിലെ എനിക്കപ്പോ ഭക്ഷണം കൊടുത്തപ്പോ ഒന്നും കഴിച്ചില്ല. അപ്പൊ വിശക്കുണ്ടായി. രണ്ട് പഴം കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. ഞാൻ കൊണ്ടുവന്നപ്പോ റോബസ്റ്റ് പഴം എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ അത് കഴിച്ച് കഴിഞ്ഞപ്പോ ഒരു സമാധാന ആശ്വാസമൊക്കെ അവര് കിട്ടി. അങ്ങനെ ഡോക്ടറെ കഴിഞ്ഞ് ഇറങ്ങി മരുന്ന് വാങ്ങിക്കാതെ വെച്ചപ്പോ അടുത്ത പണി ഫാർമസിയിലാണ് തിരക്ക്. എന്നിട്ട് ഞാൻ വീണ്ടും ഡോക്ടറെ അടുത്ത് പോയി. എനിക്ക് മരുന്നുകളൊന്ന് പുറത്തേക്ക് ചെയ്ത് തരുന്നു. അപ്പൊ ഡോക്ടറിന്റെ റൂമിൽ ഒരാളാണ്. അപ്പൊ എന്നോട് ആ നേഴ്സ് പറഞ്ഞു ഫാർമസിയിൽ പ്രിന്റ് ചോദിച്ചാൽ മതി കിട്ടുമെന്ന് പറഞ്ഞു. പക്ഷേ അതെനിക്കറിയില്ലായിരുന്നു. ഫാർമസിയിൽ പ്രിന്റ് ചോദിച്ചാൽ കിട്ടുന്നത് എനിക്ക് അറിയില്ലായിരുന്നു. അപ്പൊ ഞാൻ എന്നിട്ട് അവിടെ ഡോക്ടറെ ഇറങ്ങണ കാണാനില്ല. ഫാർമസിയിൽ കൊടുക്കുന്ന തിരക്കാണ്ട് വേഗം കയറി പോയി. ഇടയ്ക്കോടെ നമ്മൾ കുത്തി കയറി പോയി പ്രിന്റ് ഒക്കെ വാങ്ങിച്ച് വന്നു. ഇനി നമ്മള് നേരെ കുഴിക്കാട്ടുശ്ശേരിയിൽ എത്തിയതുകൊണ്ട് നമ്മളെന്തായാലും വീട്ടിലേക്ക് പോവാണ്. പറയടോ. വിളിക്ക്, ഉറക്ക വിളിക്ക്. അമ്മ ഉറങ്ങിയ? ആദം വന്നു. ഇതെന്താ വൈകിയേ? എന്റെ പൊന്നെ അത് മുട്ടക്ക് കയറി വേണ്ടുന്നേ കഥ പറയാ. ഇത്ര വൈകിയേ? അമ്മച്ചിക്ക് അറിഞ്ഞൂടെ ഡോക്ടറെ കാണാൻ പോയി എന്താ സ്ഥിതി? ഇതൊരു ബിരിയാണിയുടെ പണം. ബിരിയാണി വെച്ചാ ബിരിയാണിയുടെ പണം ഉണ്ടല്ലോ ഇല്ലേ?
ഓ വായി ഇല്ലേ എനിക്കൊരു ബിരിയാണി ഇറച്ചിക്കറിയുടെയോ എനിക്ക് മകളുണ്ടായിരുന്നു. പോയി നോക്കട്ടെ. പട്ടിയുടെ സ്വഭാവമായി എനിക്ക് ഇല്ലാട്ടാ. ബിരിയാണി ഒന്നും ഇല്ല, പക്ഷെ ബിരിയാണി നമുക്ക് തോന്നി. ദേ കോഴിക്കറി, കോഴിക്കറിയുടെ മകള്. ഞാൻ ഫസ്റ്റ് തന്നെ വിചാരിച്ച ബിരിയാണിയുടെ വെച്ചിട്ടില്ല. ഞങ്ങൾ വീട്ടിലെത്തിയിട്ടാ വേറെ ഡ്രസ്സ് മാറി വേറെ ഫുഡ് കഴിക്കാൻ പോകണം. ആദ്യത്തിനാണെങ്കിൽ വേണ്ടാന്ന് പറഞ്ഞു. നാരങ്ങ വെള്ളം കലക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ആദ്യത്തിന് ഞാൻ അവിടെ വെച്ച് പഴം കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പൊ നാരങ്ങ വെള്ളം ഇത്തിരി കുടിച്ചിട്ടുണ്ടവൻ. അവന് ചോറ് വേണ്ട. ഞങ്ങള് പിന്നെ വേഗം കഴിക്കും. വണ്ടി കിട്ടി. നീ ആരോടെ പറഞ്ഞത്? ഞാൻ വീഡിയോയില് പറഞ്ഞാ അടച്ചിട്ട് വെച്ചതായാലും നെയ്യ് എടുത്തിട്ട് കോഴിയുണ്ട് നെയ്യിട്ട് വെച്ചതാ. പോർക്കിന്റെ നെയ്യാ വേവിച്ചിട്ടാ വെള്ളം അതിലിട്ട് വെച്ചത്. ഇവിടെ നിന്നിട്ട് പണിയാത് മഴണ്ടാ? അമ്മാമ്മ എവിടെ പോയേ? ജാതിക്കായ മണപ്പിച്ച് നോക്കണ. അമ്മാമ്മ എവിടെ പോയി? കുഞ്ഞാ തുണിക്കാ പോയാ? നല്ല പണണ്ടാ? അമ്മാമ്മ അവിടെ തുണി എടുക്കണ്ടിട്ടാ. തുണി എടുക്കണു. മഴക്കാരായ ആകപ്പാടെ. അങ്ങനെ ഹോസ്പിറ്റലിൽ നിന്ന് നമ്മള് വീട്ടിലെത്തി. നമ്മള് വന്ന പാടെ തന്നെ വേഗം ചോറിന് ഞാൻ വന്നതിന് വേണ്ടിട്ട് പോയി. ഞാൻ നോക്കിയപ്പോ വേഗം പാത്രമൊക്കെ എടുത്ത് വേഗം കഴിക്കണ്. എനിക്ക് നല്ല വിശ്വസിക്കുന്നുണ്ടായിരുന്നു. പക്ഷെ നമ്മളൊരു പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ഹോസ്പിറ്റലിൽ നിന്ന് ഇറങ്ങിയിട്ട് അമ്മച്ചനെ വിളിച്ചിട്ട് നമുക്ക് പുറത്തു പോയി എവിടെയെങ്കിലും പോയി ഫുഡ് കഴിക്കുക എന്നുള്ളതായിരുന്നു വിചാരം. അങ്ങനെ ഞാൻ ഇവളോട് പറഞ്ഞു. അതല്ല 9 മണി ഇപ്പോഴാണ് ആള് പറഞ്ഞേ അങ്ങനെ നമുക്ക് ചെയ്യാന്ന്. അപ്പൊ ഞാൻ പറഞ്ഞ ഓക്കെ നമുക്ക് അങ്ങനെ ചെയ്യാന്ന് പറഞ്ഞാൽ നമ്മള് ഹോസ്പിറ്റലിൽ പോയി. പക്ഷെ ഡോക്ടറെ എപ്പൊ കാണുന്നുള്ളത് നമുക്കറിയില്ല. എന്നാലും നമ്മള് അമ്മച്ചിനെ വിളിക്കാം ഉള്ള പ്ലാനില് വിളിച്ചപ്പോ അമ്മച്ചി പറഞ്ഞു ഞാൻ ഓൾറെഡി ഫുഡ് കഴിച്ചത്. അമ്മച്ചി ഒരു ഷുഗർ പേഷ്യന്റ് ആയതുകൊണ്ട് 12:15 1 മണിയാകുമ്പോ അമ്മച്ചിക്ക് കഴിക്കണ സമയത്ത് കഴിച്ചില്ലെങ്കിൽ വരും പറഞ്ഞു. അപ്പൊ അങ്ങനെ നമ്മള് വിളിച്ച് പറഞ്ഞിട്ടുണ്ടായില്ലേ. അപ്പൊ അമ്മച്ചി കഴിച്ചു എന്ന് പറഞ്ഞു. അപ്പൊ നമ്മള് വിളിച്ചപ്പോ പിന്നെ നമ്മളെ പ്ലാൻ തെറ്റി. അങ്ങനെ എന്നാലും നമ്മള് വീട്ടിലെത്തി കഴിയുമ്പോ അമ്മച്ചോട് പറഞ്ഞിട്ടാ ചോറ് തിന്നാലും ഇപ്പൊ അമ്മച്ചിനെ നോക്കണം. നിങ്ങൾ കാണുമ്പോ ഇങ്ങനെ വലിയ ഇതുപോലെ അങ്ങനെയല്ല കൊറേ വണ്ണം തോന്നും. പക്ഷെ അമ്മച്ചി സത്യത്തിലൊന്നും കഴിക്കില്ലേട്ടാ. ഞാനൊക്കെ ഭക്ഷണം കഴിച്ചിട്ടാണ് വണ്ണം വെക്കണം. പക്ഷെ അമ്മച്ചി ആണെങ്കിൽ ആകെ ഒരു ലേശം എന്തെങ്കിലും കഴിക്കുള്ളൂ, വേറെ ഒന്നും കഴിക്കില്ല. അപ്പൊ ഞാൻ പറഞ്ഞു ഭക്ഷണം കഴിച്ചാലും കുഴപ്പമില്ല, ഇത്തിരിയല്ല കഴിച്ചുള്ളൂ, പോവാന്ന് പറഞ്ഞു. അപ്പൊ ആൾക്ക് പറ്റില്ല, അത് വേണ്ട, ഞാൻ ഇവിടെ കറി ഉണ്ടാക്കി അത് വരന്നൊക്കെ പറഞ്ഞു. അപ്പൊ പിന്നെ നമ്മള് വിട്ടുപോവാ ആയിക്കോട്ടെ. കാരണം അമ്മച്ചിന് ഇത്ര നമ്മള് പോയി കഴിഞ്ഞ് നമ്മളെല്ലാവരും കൂടി ഫുഡ് കഴിക്കാൻ പോയിട്ടുണ്ടെങ്കിലും ലാസ്റ്റ് ദിവസമല്ലോ കുറച്ച്. ഇനിയിപ്പോ നമ്മൾ ഇങ്ങോട്ട് വരലുണ്ടാവില്ല, അപ്പൊ ഇനി പോലുണ്ടാവില്ല. എനിക്കും പിള്ളേരും കൊണ്ട് അമ്മച്ചിനെ പോവാനും പറ്റില്ല. പിന്നെ പോണെങ്കിൽ ഓട്ടോറിക്ഷ വിളിച്ചിട്ട് ഞങ്ങൾ രണ്ടുപേരും കൂടി ഇപ്പൊ ബാച്ചിലറായിട്ട് പോയിട്ട് കാര്യമൊന്നുമില്ല. ബാച്ചിലറല്ല, സോറി, രണ്ട് പിള്ളേർ 2 കയ്യിൽ പിടിക്കണം. അപ്പൊ ആ പരിപാടി നടക്കില്ല, ഒന്നും നടക്കില്ല, അതെനിക്കറിയാം. അതുകൊണ്ടാണ് ഞാൻ അമ്മച്ചോട് പറഞ്ഞത്. അപ്പൊ അത് പറ്റിയില്ല, പാളിപ്പോയി. പ്ലാൻ പാളി. ഇതിപ്പൊ അമ്മച്ചി പറയപ്പെടുന്നത് പ്ലാൻ നിങ്ങൾ എന്തുകൊണ്ട് എന്നെ അറിയിച്ചില്ല. ഈ പ്ലാൻ ഉണ്ടായിരുന്നെങ്കിൽ പക്ഷെ 12 മണിക്ക് നമുക്ക് എന്തായാലും വീട്ടിലെത്താൻ പറ്റില്ലായിരുന്നു കേട്ടോ. നമ്മള് മെഡിസിൻ വരെ വാങ്ങിച്ചില്ലേ ഫാർമസിന്ന് മെഡിസിൻ വാങ്ങിക്കാൻ നിന്ന് കഴിഞ്ഞാൽ ഒരുപാട് ലേറ്റ് ആവും. അതുകൊണ്ട് തന്നെ നമ്മൾ വേഗം ഓടിപ്പോകുന്ന ചീട്ടെടുത്ത് ഇനിയിപ്പോൾ ആ മരുന്നുകൾ ഇവിടെ കിട്ടുമെന്നുള്ളതാണ്. കാരണം ഇവിടെ എഴുതുന്ന മരുന്നുകള് നമ്മള് വന്തരപ്പള്ളി പോയി നോക്കുമ്പോഴോ അല്ലെങ്കിൽ അവിടെ നിന്ന് നോക്കുമ്പോ കിട്ടാറില്ലേ. നമ്മളാണെങ്കിൽ ഇവിടുന്ന് വാങ്ങിക്കാൻ അവിടെ മാത്രം ആ ഏരിയയില് മാത്രമേ കിട്ടുള്ളൂ ചിലപ്പോ. അപ്പൊ ഭക്ഷണം കഴിച്ചു, ഫുൾ ടയർഡായിരിക്കണു. നേരെ പോയി കിടന്നുറങ്ങാം. അതായത് ഇറങ്ങാൻ പറ്റുമെന്ന് അറിയില്ല, നോക്കണം. അപ്പൊ ഞങ്ങള് കിടന്നുറങ്ങാൻ പോയിട്ട് ഈ വേറെ പ്രത്യേകിച്ച് പരിപാടികളൊന്നും ഇല്ല. പിള്ളേർ ഉറങ്ങുകയാണെങ്കിൽ നമ്മൾ ഉറങ്ങും, പിള്ളേർ ഉടനാണെങ്കിൽ നമ്മൾ ഉണർന്നിരിക്കും. അങ്ങനെയാണെങ്കിൽ നമ്മുടെ വിശേഷങ്ങളും കാര്യങ്ങളും. അപ്പൊ ഇന്നത്തെ വീഡിയോ ഇപ്പൊ ഇത്രേ ഉള്ളൂ. അപ്പൊ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, മറക്കാണ്ട് കമന്റ് ചെയ്യുക. അപ്പൊ അടുത്ത വീഡിയോ ഇട്ട് വരുന്നതായിരിക്കും. ബൈ ബൈ, സീ യു.